കോട്ടയം വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം വലിയ പ്രതിസന്ധിയാണ്. പഞ്ചായത്തിന്റെ ഭൂമിയിൽ മേജർ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും അതിന്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. വില കൊടുത്താണ് പലരും വെള്ളം വാങ്ങുന്നത്. മുൻവർഷങ്ങളെക്കാൾ ഇത്തവണ വെള്ളത്തിന് വില കൂട്ടിയാണ് വാങ്ങുന്നത്. വെള്ളത്തിന് പലയിടത്തും പല വില വാങ്ങുന്നുവെന്ന് പരാതിയും നാട്ടുകാർക്കുണ്ട്. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഗുണം കിട്ടാതെ വലയുന്നത് നാട്ടുകാർക്ക് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. കടുത്ത വേനലാണ്, പലയിടങ്ങളിലും വെള്ളമില്ല, കുടിവെള്ളം ലഭിക്കാത്ത ബുദ്ധിമുട്ടാണ്. ലഭിക്കുന്ന കുടിവെള്ളം അധികം വില കൊടുത്തൊക്കെ വാങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തും ആ ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. നിരവധിയായ അമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ തന്നെ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. വെള്ളം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്താ അവസ്ഥ വെള്ളത്തിൽ ഇവിടത്തേക്ക്? വളരെ ബുദ്ധിമുട്ടാണ്. അഴുക്ക് വെള്ളവുമാണ്, പിന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. വിലയ്ക്ക് മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. വിലയ്ക്ക് മേടിക്കുകയാണോ ചെയ്യുന്നത്? 750 രൂപയാണ് 2000 ലിറ്റർ വെള്ളത്തിന് നമ്മൾ കൊടുക്കണം. വെള്ളത്തിന് അവർക്ക് കറണ്ട് ചാർജ് അതും ഇതൊക്കെ അടയ്ക്കണ്ടേ, അത് കാരണം അവർ വില കൂട്ടുന്ന വെള്ളത്തിന്. തികയോ ഈ വെള്ളം? തികയല്ല. ഞങ്ങൾ പിന്നെ പരവധിയൊക്കെ ഓരോന്നും ഇങ്ങനെ സഹകരിച്ച് പോവുക. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം? ശരിക്കും വെള്ളത്തിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുടിവെള്ള ക്ഷാമമാണ്. 1995 ഇവിടെ മേജർ കുടിവെള്ള പദ്ധതി ഇപ്പോൾ 258 കോടി രൂപ മുതൽ കൊടുത്ത് ഏതാണ്ട് 5 വില്ലേജിനായിട്ടൊരു മേജർ കുടിവെള്ള പദ്ധതി വന്നു. അത് ഇവിടുത്തെ MLA ആയ ഡോക്ടർ N ജയരാജ് അദ്ദേഹം ഭരണസമയത്തുള്ളപ്പോഴും പ്രതിപക്ഷത്തുള്ളപ്പോഴും ഒക്കെ ഇപ്പോൾ 4 ടേണായിട്ട് ഇപ്പം MLA ആണ്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ നിയമപരമായി ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അരി മേടിക്കാൻ പോലും മാർഗ്ഗമില്ലാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വെള്ളം കാശ് കൊടുത്ത് മേടിക്കുക. മാറി ഗവൺമെന്റുകളോടാണ് പറയുന്നത് ഈ പദ്ധതി നടപ്പാക്കണമെന്ന്. 20-25 വർഷത്തോളം പ്രശ്നം. ഇപ്പം കയ്യിൽ പണമുള്ളവർക്ക്, നല്ല ജീവിത സാഹചര്യമുള്ളവർക്കൊന്നും അത് വലിയ തോതിൽ ബാധിക്കില്ല. അവർക്ക് പണം കൊടുത്ത് വേണമെങ്കിൽ കുടിവെള്ളം വാങ്ങാം എന്നുള്ളതാണ്. പക്ഷേ അന്നന്നത്തെ ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ കുടിവെള്ളം കൂടി പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് വലിയ പ്രശ്നഭരിതമായ സാഹചര്യമാണ്. മാത്രമല്ല, നമ്മളൊക്കെ ഒരു കാലത്ത് വിചാരിച്ചിരുന്നു കേരളത്തിൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യമോ എന്നൊക്കെ. പക്ഷേ അതൊക്കെ മാറിയിരിക്കുന്നു. വീടുകളിൽ പലരും വെള്ളം പൈസ കൊടുത്ത് തന്നെ വാങ്ങുന്നുണ്ട്. പക്ഷേ നിത്യോപയോഗത്തിനുള്ള വെള്ളം പോലും കിട്ടാത്ത സാഹചര്യം, നിർബന്ധിതാവസ്ഥ എന്നൊക്കെ പറയുന്നത് കുറച്ച് കടുത്ത അവസ്ഥയാണ്.